Boys and girls, it's your favorite with K4F and third episode ആണ് Chess Roll the intro. പോയി കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് തേർഡ് പേഴ്സണിൽ സംസാരിക്കണം. ഓക്കെ, കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എക്സാമും കാര്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ആകുമ്പം വീഡിയോ വരാൻ കുറച്ച് ലേറ്റാവും. എനിവേ, നമ്മൾ മാത്രമായിരുന്നു ഇവിടെ ഡെഡായിട്ടുണ്ടായിരുന്നു. K4Fൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ഓഫ് ക്യാമറയിൽ കുറച്ച് പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് വീഡിയോ നമ്മുടെ ഈ ബേസിൻ്റെ വീഡിയോ ആയിരുന്നു വന്നിട്ടുള്ളത്. അതായത് K4F ദൈവം ATG ബ്രോ ബൈ ദ ബൈ നമ്മളാ നഗ്ന സത്യം തെളിയിച്ചിരിക്കുന്നു. ഫൈനലി ATG തന്നെയാണ് ഉണക്കമീൻ. പക്ഷേ ഉണക്കമീൻ ചോദിക്കുമ്പോൾ പറയും ATG അതാരാണ്? ATGൻ്റെ ഒരു സ്ലാങ് ഉണ്ട്. അതേപോലെ ATG അതാരാണ്? ATG ആരാണ്? എനിക്കൊന്നും അറിയില്ല അവനെ. എന്തൊക്കെയാന്ന് പറയുന്നത്, എന്തൊക്കെ നീ പറയുന്നത്, അങ്ങനെയൊക്കെ പറയാം. എനിവേ, അപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കുന്നു വിത്ത് പ്രൂഫ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉണക്കമീൻ്റെ ലൈവ് എടുത്താൽ കാണാം. ഫേസ് ക്യാം ഇട്ടിട്ടുണ്ട്. ATGയുടെ ഫേസ് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ആ ചാറ്റ് വായിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്ത ബേസ്. ഇത്ര ചെയ്തിട്ടുള്ള ഇത് നമ്മൾ ക്യാമറയിൽ ചെയ്ത്, അതായത് വീഡിയോയിൽ ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ATG ഇതിൻ്റെ ഡെഡ് ലൈൻ ഡേറ്റ് മാറ്റിയിട്ട് കുറച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി കുറച്ച് ടൈമുണ്ടല്ലോ, ഒരു ദിവസം 2 ദിവസം ഇതിന്മേൽ ഇരുന്നൊക്കെയാണെങ്കിൽ ഇത് ഫുള്ളാക്കായിരുന്നു തോന്നി. അപ്പോൾ ഞാൻ ഇതിന്മേൽ ഇരുന്നപ്പം ഇവിടെ ഈ ലെവലിലെത്തി. പിന്നെ എനിക്ക് മടുപ്പ് വന്നിട്ട് പിന്നെ എനിക്ക് തോന്നിയ പോലെയൊക്കെ ബിൽഡ് ചെയ്തു. പിന്നെ പൊട്ടിച്ചു. 2 ദിവസം എടുത്തിട്ട് ഇത്രയൊറ്റ ബിൽഡ് ചെയ്തു. ഈ റൂഫ് വെച്ച്, ആ റൂഫ് കണ്ടാൽ നിങ്ങൾക്കറിയാം അത് മടി പിടിച്ച് ചെയ്തതാണ്. സീരിയസ്ലി എനിക്ക് എല്ലാം പാടൊപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. പ്രത്യേകിച്ച് മൈൻക്രാഫ്റ്റ് ആകുമ്പോൾ പിന്നെ മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കളിക്കാനേ തോന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറയണം. എനിവേ, നമ്മുടെ ഇന്നത്തെ കാര്യം അതല്ല. നമുക്ക് ഷോപ്പിൽ കുറച്ച് ബിൽഡ് വന്നിട്ടുണ്ട്. ഓൾസോ നമ്മുടെ ഷോപ്പ് വന്നിട്ടുണ്ട്, അതും കാണിക്കണം. പിന്നെ നമ്മുടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു പോർട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പല്ല ഷിപ്പ് ഷോപ്പ്. ഓക്കെ, അപ്പോൾ അവിടേക്കുള്ള വുഡ് കളക്ട് ചെയ്യാനായിരുന്നു ഞാൻ ഇവിടെ ട്രീ ഫാമിങ് സെറ്റ് ചെയ്തിട്ട് ടെമ്പററി. ഞാൻ അത്യാവശ്യം വുഡ് കളക്ട് ചെയ്ത് കൂടിയില്ല. ബിക്കോസ് ഓഫ് എക്സാം കോർ ആൻഡ് നോമ്പ് എക്സാം എന്നെ തളർത്തി കളഞ്ഞു. ബട്ട് ഞാൻ തളർന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിൽ ഇനി വരാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ലാഗടിച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം. നമ്മുടെ ബേസിൻ്റെ തീമിനോട് ചേർന്ന് പോകുന്ന പോലെ സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്ന ഒരു തെളിവ് വരെ നമ്മൾ നശിപ്പിച്ചു. ഓൾസോ ഈ നെതർ പോർട്ടൽ നമുക്ക് പൊട്ടിക്കണം. പിന്നെ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യണം. ഒക്കെ ഭാവിയിൽ വരുന്ന പ്ലാൻസാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. ഓക്കെ, ഈ ജസ്റ്റ് ഒന്നുമില്ലല്ലോ, പൊട്ടിച്ചേക്കാം. ഓക്കെ, ഇവിടെ ആ ഫൗണ്ടൻ ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ചു. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണ് അങ്ങനെ. പിന്നെ വൈ നമ്മളവിടെ ആ കാലിസൈറ്റ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ബേസിൽ. അത് കുറച്ച് കിട്ടാൻ ടാസ്ക് ആയതുകൊണ്ടും എൻ്റെ കയ്യിൽ ടൈമില്ലാത്തത് കൊണ്ടും ഞാൻ ഇവിടുന്ന് അങ്ങ് ഒപ്പിച്ചെന്ന് വെച്ചാൽ ബേസിൽ ഇവിടെ ഫുള്ള് എലി തുരഞ്ഞ പോലെ തുറന്നാണ് വെച്ചിട്ടുണ്ട്. അത് ആരുമല്ല, ഈ കണ്ണാടയിട്ട ഞാൻ തന്നെ. ഓക്കെ, ഈ നമുക്ക് ട്രെയിൻ ഹാളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ മുമ്പ് അവിടെ ഒരു ബിൽഡ് വരാനുണ്ട്. അതിൻ്റെ കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കാം.
ബഫർ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഞാൻ ഫസ്റ്റ് ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ ഫുള്ള് ഇങ്ങോട്ട് ഇവിടെ ഒരു ഇതായിരുന്നു, ഡയറക്റ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്രിഡ്ജായിരുന്നു. ഇത് ഞാൻ ഫുള്ള് നശിപ്പിച്ചിട്ട് ഇവിടെ ഫുള്ള് ഈ വെള്ളം കോരി ഒഴിക്കാനാണ് നിന്നത്. പക്ഷേ ഈ വെള്ളം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വെള്ളത്തിന്. ഞാൻ ഭ്രാന്ത് പിടിച്ചിട്ട് എല്ലാ വെള്ളം കൂട്ടിച്ചിട്ട് പിന്നെ വേറെ പ്ലാൻ ചെയ്തു. എൻ്റെ ഈ കൊച്ചു ബ്രെയിനിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ എല്ലാ പ്ലാൻസും നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യണം. ഓൾസോ നമ്മൾ ആർമറൊക്കെ പോയിട്ടുണ്ടായിരുന്നു, നമ്മളെ കയ്യിലൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ സെറ്റ് ചെയ്തു. ഡയമണ്ട് ആയിരുന്നു ബാക്കപ്പ്. ഓക്കെ, ആൻഡ് ഫോർച്യൂൺ 3 ഡെഡായി, ഓൾമോസ്റ്റ് ഡെഡായി. ഇത് സിൽ ടച്ചാണ്. സിൽ ടച്ച് അതേപോലെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കൊച്ചു കൊച്ചു മണ്ടത്തരം, വലിയ വലിയ ഐഡിയാസ് വരുന്ന തലയിൽ കൊച്ചു കൊച്ചു മണ്ടത്തരവും സംഭവിക്കും. അപ്പോൾ ഇവിടുത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വരും ആൻഡ് ഇവിടെ ഫുള്ള് ഗ്ലാസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫുള്ള് ഗ്ലാസ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൂഫ്, പിന്നെ അവിടുന്ന് അതേപോലെ സ്റ്റെപ്പ് ഉണ്ടാവും. അതാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കാരണം അല്ലെങ്കിൽ മറ്റേ നമ്മളവിടെ ബിൽഡ് ചെയ്ത് വെച്ച റൂഫിൻ്റെ പോലെ ആവും. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ ഒരു ഐലൻഡിൽ, ബിഗ് ഐലൻഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. സ്പൈഡി അങ്ങോട്ട് താമസം മാറി, റിച്ച് ആൻഡ് കട്ടും അവിടേക്ക് താമസം മാറി. ഈ പ്രശ്നമല്ല, ഇവിടെ നമ്മൾ വന്നപ്പോൾ വിച്ചിൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കി 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 ഇവന്മാർ ഫുള്ള് വിച്ചായി എറിയുന്നുണ്ട്. സ്ലോനെസ് അടിച്ച് അങ്ങോട്ട് പോയിസൺ അങ്കർ. ഞാൻ സ്ലാഷ് ഹോം അടിച്ചാൽ ഇവിടേക്കാണ് നമ്മൾ അതായത് ടെലിപ്പോർട്ടാവുക, TP അല്ല, സ്ലാഷ് ഹോം ആവുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിറ്റ സൗണ്ട് ഉണ്ടപ്പോൾ ഞാൻ നേരെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബേസിൽ പോയി. ഓക്കെ, ഇനി നമുക്ക് ഷോപ്പിലോട്ട് പോകണം. നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. ഫൈനലി വരാൻ കാരണം ഫോൺ ലാഗടിപ്പിച്ച് മടുത്തു. ഇവിടെ കുറേ ഷോപ്പ് വന്നിട്ടുണ്ട്, എല്ലാം ഞാൻ കാണിക്കുന്നില്ല. ഇത് സിദ്ധൂറോടെ ഷോപ്പ്, റോക്കറ്റ് കട, ഇവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചത്. ഇത് വേറെ എന്തോ ഷോപ്പ്, കുറേ നല്ല നല്ല ബിൽഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് സെർവർ ഷോപ്പാണ്. ഇവിടെ നൈസ് ഒരു മാപ്പും ഉണ്ട്. നമ്മളെ ഇതിൻ്റെ മഷ്റൂം ഐലൻഡിൻ്റെ മാപ്പ്. ഓക്കെ, ഇതാണ് ഇവിടെയാണ് നമ്മുടെ ഷോപ്പുള്ളത്. കയ്യിലുള്ള ഓർഗാനിക് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ട്രേഡ് ചെയ്താൽ എമറാൾഡ് കിട്ടും. അങ്ങനെയാണ് അവിടെ കൺസെപ്റ്റ്. ഓക്കെ, ഓർഗാനിക് തന്നെ ആവണം, ഓട്ടോമാറ്റിക് ആകാൻ പറ്റില്ല എന്നാണ് കെമിക്സ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് നമുക്ക് നോട്ട് റീമേക്കിംഗ് യുവർ ഷോപ്പ് ആൻഡ് ഫോളോ കമാൻഡ് റിസൾട്ട് റിമൂവ് ഷോപ്പ്. ഓക്കെ, ടേക്കൊന്നും പറ്റില്ല. ഐ തിങ്ക് ഇവിടെ ഷോപ്പ് റീസ്റ്റോക്ക് ചെയ്യാത്ത പ്രശ്നമായിരിക്കും. മേ ബി നമ്മുടെ ഷോപ്പ് പിന്നെ ഞാൻ സ്പൈഡിങ് പാർട്ണർഷിപ്പില്ലേ ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇഷ്ടം പോലെ വെച്ചായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് കാര്യം പറഞ്ഞ് അങ്ങ് കയറിയാൽ മതി. നിങ്ങൾക്ക് ബിൽഡൊന്ന് കാട്ടി തരണ്ടേ? ഓക്കെ, ഇതാണ് നമ്മുടെ ബിൽഡ്. നമ്മൾ ഈ ഷീപ്പിനെ ചെയ്യാൻ കുറച്ച് മെനക്കെട്ട് നമ്മുടെ റെയ്ഡൻ ബ്രോ വന്നിട്ട് ചെയ്തു തന്നു. ബാക്കിയുള്ള ബിൽഡ് ഞാനും സ്പൈഡിയും കൂടിയാണ്. ആൻഡ് ഓൾസോ ഈ ഡിസൈൻ എൻ്റേതാണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ്
ഇവിടെ നല്ല FPS ഡ്രോപ്പ് ഉണ്ട്. ഓ, ഓൾസോ നമ്മുടെ ഷോപ്പ് നല്ല കച്ചവടം നടന്നിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദിസ്. ഈ ഡയമണ്ടൊക്കെ മകളിൽ നിന്ന് കിട്ടിയതാണ്. ഇനി അവിടെ ഫുള്ള് സ്റ്റോക്ക് ഫില്ലാക്കാനുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഗോഡൗൺ. ഐ തിങ്ക് ഈ റെഡ് ഇട്ടതൊക്കെ സ്പൈഡിയുടേതും ബാക്കി എല്ലാതൊക്കെ എൻ്റേതായിരിക്കും. വത്ത ഞാൻ റെഡ് ഇട്ടാൽ നോക്കട്ടെ. എല്ലാ സ്പൈഡിൻ്റെ. എനിവേ നമുക്ക് ഷോപ്പിൻ്റെ ടെസ്റ്റ് തന്നെ കൊണ്ട് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അവിടെ ചോദിച്ചൊക്കെ ചിലപ്പോൾ എന്നെ കാണാത്തതുകൊണ്ടാവാൻ ചെയ്ത് വെച്ചായിരിക്കും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ ആ പോർട്ട് ബിൽഡ് കാട്ടി തന്നില്ലല്ലോ. കൺട്രോൾ ദിസ് സെർവർ. ഹാ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എന്തൊക്കെയായി കൊച്ചു സെർവർ നടക്കുന്നത്? കാണുന്നില്ലല്ലോ. പോർട്ട് ആൻഡ് ഷിപ്പ് കമ്മിങ് സോൺ അണ്ടർ കൺസ്ട്രക്ട്. ഓക്കെ, ഷിപ്പ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ബിൽസ്. ഓക്കെ, മനസ്സിലായി. ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുക്കണം. ആരെ തള്ളി തന്നെ. ബൈ ഇൻഫറസ് ഗെയിമിങ്. ഓക്കെ, ഞാൻ കുറച്ച് ബ്ലാക്ക് ഹോൾ എടുക്കുവാണ്. എന്താണ് കമ്മ്യൂണിറ്റി ഇതൊക്കെ മൂൾസും ലൂട്ടുകളിലൊക്കെ എടുക്കുന്നത്? ഭ്രാന്ത് പിടിക്കാനായിട്ട് നൈറ്റ് നമുക്കിവിടെ കിടന്നുറങ്ങാൻ നോക്കട്ടെ. ആരും ഉറങ്ങുന്നില്ലല്ലോ. ഓക്കെ. Damn build this. Damn good build. Seriously. കയ്യിൽ ഫ്രീ ക്യാമില്ല, അല്ലെങ്കിൽ പറന്ന് കാണിച്ചു തരായിരുന്നു. അങ്ങോട്ട് നോക്കണ്ട, അവിടെ റെൻഡർ ആവുന്നില്ല. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ഇനി ഇത് പറഞ്ഞോണ്ടെന്നാൽ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ക്യാമറ എന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇവിടെ സ്റ്റോക്ക് സെറ്റ് ചെയ്തുകൊണ്ട് സ്പൈഡോട് പറഞ്ഞിട്ട് ഗോഡൗണിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കണം. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. ആൻഡ് അസാസിയൽ ബ്രോയുടെ ബിൽഡ് ഇവിടെ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് രാമൂസിൻ്റെ ബിൽഡാണ്. ഇത് വേറെ ആരോ. ഇത് ക്രീപ്പർ. എനിക്കിഷ്ടമല്ല അവനെ, സീരിയസ്ലി. കട ഇവിടെ എൻ്റെ കൈ ഷെയ്ഡറില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. നൈസ് സാധനമാണ്. ഞാൻ ബാക്കിയുള്ളവരോ ഷെയ്ഡറിലിട്ട് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ഇത് മതി ഫ്ലക്സിങ്, വൺ ആൻഡ് ഓൺലി ഫ്ലക്സിങ്. ഓക്കെ, ഇവിടെ സ്റ്റോക്കിൻ്റെതായിരിക്കും മേ ബി. ഓക്കെ, ഇവിടെ പ്രിസ്മറീനും കാര്യങ്ങളൊക്കെ.
ഓക്കെ, ഇനി ഈ ഒരു കട ഷോപ്പും കൂടെ ബാക്കി. മരത്തും ഡോറ് ക്ലോസ് ചെയ്തേക്കും. അവിടെ കളി ഈ കൂടെ ചാടി നോക്കുമ്പോൾ. ഓക്കെ, നമ്മൾ ഷോപ്പിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? ഓക്കെ, ഇറങ്ങി. ഇവിടെ കോഡ്സ് ഉണ്ട്, ബ്ലേസ് റോഡ് ഉണ്ട്, അത് റൈറ്റിംഗ് കെട്ടുണ്ട്. ഓ മാൻ, ഞാനിവിടെ ട്രാപ്പായി. ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ട്, എനിക്കിതൊന്നും തുറക്കാൻ കഴിയില്ല മാൻ. വേണ്ടാത്ത പണിക്ക് നിന്നായിരുന്നു. ട്രാപ്പ്. ഓ മാൻ, ഇനെന്ത് ചെയ്യും? ഒന്നെങ്കിൽ അഡ്മിൻസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ചോദിക്കും ഇതിനുള്ളിൽ നിന്നെ നുഴഞ്ഞ് കയറിയെന്ന്. ലിറ്ററലി ഒന്നും എടുക്കാൻ കയറിയതല്ല. ഏതായാലും ഒന്നും എടുക്കാനൊന്നും കഴിയില്ല. 200 IQ. ഇവിടെ സ്നീക്ക് ചെയ്ത് ചാടി കിട്ടും. ഒന്ന് ട്രൈ. ഓ ഫൈനലി ഗൈസ്. ഓക്കെ, നമ്മളൊന്നും അറിയാത്ത പോലെ ഈ ഷോപ്പുകൾ ജസ്റ്റ് കയറി വെക്കാം. ഓക്കെ, ഇവിടെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ എന്താ ഷുഗർ കേക്ക്. എനിക്കറിയില്ല. ഇനി വെറുതെ കയറി കൊടുത്തായിരുന്നു. ഇനി ഷോപ്പല്ല നമ്മൾ വിസിറ്റ് ചെയ്ത് നമുക്ക് ഒറ്റ ഗോൾഡ് ഷവൽ കിട്ടിയില്ല. ഷുഗർ ആകെ ഉണ്ടായിരുന്നത് NBOയുടെ കടയിലായിരുന്നു, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഒരാൾ ചെയ്യാൻ ഇനി എന്ത് ചെയ്യും? ലോഗ് അക്കേഷ്യ ലോഗ് മാത്രം വെച്ചിട്ടുള്ളത്. ഒരു ഡയമണ്ട് എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് നോർമൽ ഡയമണ്ട് ഷവല്, അതായത് എൻചാൻമെന്റ് ഉള്ളത് ഡയമണ്ട് ഷവല് ക്രാഫ്റ്റ് മാർഗമല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. നമ്മൾ വിട്ടുപോട്ടൊന്ന് കിടക്കട്ടെ. ട്രാപ്പ് ആരെങ്കിലും ഒന്ന് ഞാനിപ്പോൾ പോയി കിടക്കാൻ ബ്രോ. ക്രീപ്പർ പണ്ണന്മാർ 2 സൈഡിൽ നിന്ന് പൊട്ടി ക്രീപ്പർ. അവിടെ ഒരുത്തം പോകുന്നുണ്ട്, ആരും കണ്ടില്ല കേട്ടോ. ഓക്കെ, ഫൈനലി ഇപ്പോൾ നമ്മൾ മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ ഇതൊന്നല്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. തമ്മിൽ കണ്ടിട്ട് മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഓക്കെ, ഒരു നട്ട് ചാവട. ഓക്കെ, ആണ് നട്ട്. താങ്ക്സ്. ഓക്കെ, ഈ നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് ഇവന്മാരൊക്കെ തട്ടട്ടെ. വയലൻസ്. ഓക്കെ, തട്ടി. ഓക്കെ, കഴിഞ്ഞു. ആരുണ്ടോ? ഇഞ്ഞുണ്ടോ? വാടാ. ഓക്കെ, ഇപ്പോൾ പ്ലാൻ എന്ന് പറയുമ്പം നമ്മളെ FTT ഹാർഡ് കോർ ദൈവം FTT ബ്രോയുടെ വീഡിയോ കാണുന്നവർക്കറിയാം. ബ്രോയുടെ ഹാർഡ് കോർ സീരീസ് ഒരു വാൾ ഓഫ് ലീഫ് പറഞ്ഞ സംഭവം വെക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഐ തിങ്ക് ഇവിടെ വെക്കണോ? നമ്മളെ ട്രീ ഫാം ആയിരുന്നു. എവിടെ വെക്കേണ്ടതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പിന്നെ വാൾ ഓഫ് ലീഫിനെ കൊണ്ടുവന്നാൽ ഇതൊരു കോപ്പിറൈറ്റ് സാധനമാണ്. FTTയുടെ ട്രേഡ് മാർക്കാണ് അത്. അപ്പം വാൾ ഓഫ് ലീഫിന് വേറെ സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാൾ ഓഫ് ഗ്ലാസ്, അതുതന്നെ വാൾ ഓഫ് ഗ്ലാസ്. പിന്നെ ഗ്ലാസ്സിന് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ബട്ട് ഇത് എവിടെ സെറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അതാണ് ഇപ്പം ആകെ മുമ്പിലുള്ളൊരു തടസ്സം. ഓക്കെ,
നമുക്ക് നമ്മുടെ ഈ പോയൻ്റെ വക്കിലായിട്ടോ അല്ല വള്ളത്തിലായിട്ടോ സെറ്റ് ചെയ്യാം. ഇവിടെ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഒരു എരുവിയുണ്ട്, എരുവി പോയിട്ട് സെറ്റാക്കാം. ഇവിടെ സെറ്റാക്കിയാലോ? റെക്കോർഡ് ഭ്രാന്തുറപ്പിച്ചല്ലേ. ഓക്കെ, ഞാൻ ഫൈനലൈസ് ചെയ്തു. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു 16 ഇപ്പം ഫസ്റ്റ് കുറച്ച് 16x16 വെക്കുമ്പം അത്യാവശ്യം നല്ല ഗ്ലാസ് വേണ്ടി വരും നമുക്ക്. ആദ്യം അതിൻ്റെ ആ ഫ്രെയിം ഒന്ന് കട്ടാം. 16x16 കുറച്ച് ഫുഡ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്തതാണ് ഡീസ്ലേറ്റ് സ്റ്റൈൽസ്. കോപ്പിളിൻ്റെ ഡീസ്പ്ലേറ്റ് എടുത്തിട്ട് ടൈൽസ് ആക്കണം. ആ ടൈൽസ് എടുത്തിട്ട് ആ ഗ്ലാസിൻ്റെ അവിടെ നല്ല മാച്ചാണ് ചേർന്നത്. കട്ട ചിരവ കല്ലിൻ്റെ ചിരവ. ഓക്കെ, ടൈൽസ് അവിടെ അതൊരു സ്റ്റാക്ക് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തു. ആദ്യം ആ ഫ്രെയിം ഒന്ന് കെട്ടാം. ഒരു സ്റ്റാക്ക് കൂടെ വേണ്ടി വരും. ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡർട്ട് എടുക്കണം. അതിന് മുമ്പ് ഈ സക്കതിക്ക് വെളിച്ചം കറിയാം. ഓക്കെ ആക്ച്വലി നമ്മൾ ഇത് വീഡിയോ 2 ഭാഗമായിട്ട് തിരിക്കാൻ നിന്നായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അതാണ് ടോട്ടൽ കുറച്ച് ടൈം ലാപ്സ് കുറച്ചധികം. വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് ഡയമണ്ട് ഷാൾ ഉണ്ടാക്കേണ്ടി വന്നില്ല. സാൻഡ് നമ്മൾ അവിടെ ആ ബ്രിഡ്ജ് കട്ട് ചെയ്തപ്പം കിട്ടിയ കുറച്ച് സാൻഡ് ഉണ്ടായിരുന്നു. അത് നമ്മളിവിടെ സ്മെൽറ്റായി വെച്ചു. ആക്ച്വലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലായത്, ഒരു വാൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങോട്ട് നമ്മൾ കമൻ്റ് ഇടുന്ന ഡെയിലി, അതായത് ഒരു വീഡിയോ കഴിഞ്ഞ് പിറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ മുമ്പിട്ട വീഡിയോയിൽ 3 കമൻറ്റ്, ബെസ്റ്റ് കമൻറ്റ് നമ്മൾ സെലക്ട് ആക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിൽ പേര് എഴുതി വെക്കും. അവരെ ആ കമൻറ്റിൽ ഇട്ടിരുന്ന പേര്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമാണ് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ഈ ഡീപ് പ്ലേറ്റ് ടൈൽസ് ഉണ്ടായിരുന്നു. ആൻഡ് കോബിളുടെ ഡീപ് പ്ലേറ്റ് ഉണ്ടായപ്പോൾ ഞാൻ ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്തു. ഓൾസോ നമ്മുടെ ഈ ഫ്രെയിം ഇത്ര പോരാന്ന് തോന്നിയപ്പം ഒന്നുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം നിങ്ങൾ കമൻ്റ് ഇടുന്ന എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. എനിവേ നമ്മൾ ഇതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് ഇവിടെ ഉള്ളിൽ നമ്മൾ FTTയുടെ ഹാർഡ് കോർ സീരീസൊക്കെ കണ്ടവർക്കറിയാം, വാൾ ഓഫ് ലീഫ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതേ സാധനം കോപ്പി അടിച്ചാൽ അത് കോപ്പറേറ്റ് കിട്ടുന്നൊരു സാധനമാണ്. FTTയുടെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, കോപ്പിയല്ല, എൻ്റേതായിട്ടുള്ളൊരു ഐഡിയ വെച്ച് ഞാൻ ഗ്ലാസ് വെച്ച് ചെയ്തു. അപ്പോൾ എനിവേ ബാക്കി ഗ്ലാസ്സൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കണം. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പോൾ ക്ഷാമമുള്ള സംഗതി എന്ന് പറയുമ്പോൾ ഫുഡിനും പിന്നെ മറ്റേ ഫ്യൂവലിനുമാണ് മെയിനായിട്ട് ക്ഷാമമുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുള്ളായാനെ. ഫുഡ് പിന്നെ നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്ത് എടുത്താൽ ഗോൾഡൻ കാരറ്റ് കിട്ടും. ഇപ്പോൾ കുറച്ച് ഗോൾഡൻ കാരറ്റ് എൻ്റെ ഉണ്ട്. ഐ തിങ്ക് 1 to 2 വീക്സിന് ഇത് മതിയാവും. ഒപ്പിച്ചങ്ങ് പോവാന്നേ. പിന്നെ കുറച്ച് ഇൻവെൻട്രിയിൽ കിടക്കുന്നുണ്ട് 30 to 20 എങ്ങാണ്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. എനിവേ ഫ്യൂവലിനുള്ള സംഗതി നിങ്ങളൊന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നേ. അപ്പോൾ ബാക്കി നമ്മൾ സൈൻ ബോർഡ് വെക്കട്ടെ. മിക്കവാറും ഈ സ്കാഫോൾഡിങ് കൂടെ തന്നെ വെക്കേണ്ടി വരും.
തുടക്കം. റിച്ച് ഓക്കെ. ഫസ്റ്റ് നമ്മൾ റിച്ചാണ് എഴുതി. ഇതിലാകെ 3 കമൻറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ മാക്സ് കമൻറ്റ് ഇടുക. നല്ല 3 കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. പഴി ബോയ്, സ്പൈഡി പോയി. 3ാമത് നദീം. ഓക്കെ. ഇങ്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ്. ഇനി ബാക്കിയുള്ളത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം. എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. ഇതോടെ നിന്നോട്ടെ, അടിക്ക് ചാടാം. ഓക്കെ. അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പം കാണാനിപ്പോൾ എങ്ങനെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ആണ്. ഇത്ര നേരം നമ്മൾ വീഡിയോ കൊണ്ടുവരുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് സബ് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. അഡിയോസ് ഫ്രം ചാർലി.